2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇത് വൺ വേ ഓഫ് ടെസ്റ്റിംഗ് ആണ്. ഞാൻ ഇപ്പോൾ google.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ ഗിറ്റ് റിക്വസ്റ്റ് പോകുന്ന കാണാൻ പറ്റും. നമ്മുടെ പ്രോക്സി ഇപ്പം കൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്, നമ്മുടെ ചിലവർക്ക് പബ്സ്യൂട്ട് അടിക്കുമ്പോൾ കിട്ടത്തില്ല, അതുകൊണ്ടാണ് റിസോൾവ് ആകത്തില്ല. അപ്പോഴാണ് നമ്മൾ ഈ ഒരു കാര്യം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹലോ വൺസ് അഗെയിൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബർപ്പിന്റെ ട്യൂട്ടോറിയൽ സീരീസ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ അതിന്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ബർപ്പ് ഇൻസ്റ്റാളേഷൻ ആൻഡ് കൺഫിഗറേഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. സോ ഇതിന്റെ അടുത്തടുത്ത പാർട്സ് ഇനി വരും. സോ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഞാൻ എന്താണ് ബർപ്പ് വേഴ്സസ് കൈഡോ, അതായത് ബബ്സ്യൂട്ടും കൈഡോ എന്ന് പറഞ്ഞ പുതിയ ടൂളും തമ്മിലുള്ള വ്യത്യാസം വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. സോ ആ വീഡിയോയിൽ ഞാൻ പ്രോമിസ് ചെയ്തത് രണ്ട് ടൂൾസിൻ്റെ എന്താണ് ഫുൾ ട്യൂട്ടോറിയൽ ചെയ്യുമെന്ന്. സോ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബബ് കമ്മ്യൂണിറ്റി എഡിഷൻ അഥവാ ഫ്രീ എഡിഷൻ്റെ ട്യൂട്ടോറിയലാണ്. ഓക്കെ, അതായത് ചില ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ്. സോ അതിൽ മിസ്സാവുന്ന ഫീച്ചേഴ്സിനെ കുറിച്ച് എന്താണ് ആ പ്രോ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് എന്താണ് കൈഡോയിൽ ഫില്ലപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്താണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യമേ തന്നെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് എന്താണ് ബബ്സ്യൂട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് എന്താ ബബ്സ്യൂട്ട് എന്ന് സെർച്ച് ചെയ്യുന്നു. ഫസ്റ്റ് ഞാൻ പോർട്സിഗറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇവിടെ തന്നെ ഫസ്റ്റ് എന്നാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാണ് ബബ്സ്യൂട്ട് എന്ന് പറഞ്ഞ് ഞാൻ അതിലേക്ക് പോവുകയാണ്. കമ്മ്യൂണിറ്റി എഡിഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെ കാണിക്കും. ജസ്റ്റ് താഴോട്ട് പോവാം. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 3 എഡിഷൻസ് ഉണ്ടെന്ന്. ഇപ്പോൾ ഇവിടെ 2 ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ബബ്സ്യൂട്ടിൻ്റെ കമ്മ്യൂണിറ്റി എഡിഷൻ അതുപോലെ തന്നെ പ്രൊഫഷണൽ എഡിഷനും. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ഈ കമ്മ്യൂണിറ്റി എഡിഷനാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, സ്ട്രേറ്റ് ഡൗൺലോഡ്സ് കൊടുത്തു. ഓക്കെ, ഞാൻ എന്താണ് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ARM വിൻഡോസ് ARM അതുപോലെ തന്നെ X64. നമുക്ക് X64 ആണ് വേണ്ടത്. ARM ഉള്ളവർക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഡൗൺലോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളതിൽ ആ EXE ഫയലൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്താണ് ഡൗൺലോഡ്സിലേക്ക് പോവുകയാണ്. ജസ്റ്റ് നോർമൽ EXE ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഒരു പ്രോജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് ജസ്റ്റ് നോക്കാം. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഓൾറെഡി റൺ ചെയ്യാൻ പറയുന്നതാണ്. ജസ്റ്റ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കമ്മ്യൂണിറ്റി എഡിഷൻ ആണ്. നമുക്ക് ജസ്റ്റ് ഒരു ടെമ്പററി പ്രോജക്റ്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് കൊടുക്കുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, സ്റ്റാർട്ട് കൊടുക്കുന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബബ്സ്യൂട്ട് എന്ന് പറയുന്ന ഒരു പ്രോക്സി ടൂളാണ്. അതായത് നമ്മുടെ ബ്രൗസറിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ വെബ് സെർവറിൻ്റെ ഇടയിൽ നിന്നിട്ട് എന്താണ് നമുക്ക് റിക്വസ്റ്റുകൾ കാണാൻ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ബബ്സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ മെയിൻലി എന്താണ് ഒരു പ്രോക്സി നമ്മൾ കൺഫിഗർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞതുപോലെ തന്നെ അപ്പം ഒന്നെങ്കിൽ നമ്മുടെ സ്വന്തം നോർമലി ഡിഫോൾട്ട് യൂസ് ചെയ്യുന്ന ബ്രൗസറിൽ നമുക്ക് എന്താണ് അത് പ്രോക്സി കൺഫിഗർ ആയിട്ട് ഇതിൻ്റെ ബർപ്പ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഓൾറെഡി എന്താണ് ബർപ്പിൻ്റെ അത് ഇൻബിൽഡ് ആയിട്ട് ക്രോമിയം ബ്രൗസർ ഉണ്ട്. ജസ്റ്റ് ഓപ്പൺ ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി പ്രോക്സി ഒക്കെ കൺഫിഗർ ചെയ്തിട്ടുള്ള നമ്മുടെ ക്രോമിയം ബ്രൗസർ ഓപ്പൺ ആവും. ഓക്കെ, ഈ ക്രോമിയം ബ്രൗസർ നമ്മൾ എന്ത് ചെയ്താൽ എന്താണ് അതിൻ്റെ എല്ലാ ഹിസ്റ്ററി എന്താണ് നമ്മുടെ പ്രോക്സി ടാബിൽ ഒന്ന് കിടക്കും. ഓക്കെ, നമ്മുടെ ബർപ്പിൻ്റെ അകത്ത് ഒന്ന് നടക്കും. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വൺ വേ ഓഫ് ടെസ്റ്റിംഗ് ആണ്. ഞാൻ ഇപ്പോൾ google.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ ഗിറ്റ് റിക്വസ്റ്റ് പോകുന്ന കാണാൻ പറ്റും. കണ്ടോ? ഓക്കെ, പോകുന്ന കാണാൻ പറ്റും. വരുന്നുണ്ട്, കണ്ടില്ലേ? ഇത് വൺ വേ ഓഫ് യൂസിങ് ബർപ്പാണ്. നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ നോർമലി നമുക്ക് എന്താണ് നേരിട്ട് എന്താണ് ബർപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൂളിൽ നിന്ന് തന്നെ നേരിട്ട് ഇങ്ങനെ ബ്രൗസർ വിൻഡോ തുറന്നിട്ട് അതിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് വൺ വേ ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, വേറൊരു വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി യൂസ് ചെയ്യുന്ന ബ്രൗസർ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ എന്താണ് ഈ ബർപ്പിൽ നിന്നുള്ള ഈ ഒരു ബ്രൗസർ യൂസ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡിഫോൾട്ട് ബ്രൗസർ, അല്ലെങ്കിൽ നമ്മൾ ക്രെഡൻഷ്യൽസ് എല്ലാം ലോഗിൻ ചെയ്തിട്ടുള്ളൂ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ആയാലും. ഓക്കെ, അപ്പോൾ അതാണ് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ചില ആൾക്കാർ ചിലപ്പോൾ എന്താണ് ഈ പറഞ്ഞ ക്രോം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ചില ആൾക്കാർ എന്താണ് ഈ പറഞ്ഞ ഫയർഫോക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫയർഫോക്സ് റെക്കമെൻഡഡ് ആണ്. കാരണം ഇതിൻ്റെ അകത്ത് കുറേ അധികം പെൻ ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ അധികം ടൂൾസ് എന്താണ് ഫയർഫോക്സിൻ്റെ അകത്ത് അവൈലബിൾ വെൻ കമ്പയർഡ് ടു ക്രോം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഫയർഫോക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി ക്രോമിയം അതായത് ബർപ്പിൻ്റെ അകത്തുള്ള ഈ ക്രോമിയം ബ്രൗസർ ഉപയോഗിച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ ഡെമോൺസ്ട്രേഷൻ കണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മോസ്റ്റ് ഓഫ് ദ കേസിൽ നമ്മൾ എന്താണ് നമ്മൾ ഡിഫോൾട്ട് ബ്രൗസർ ആയിട്ടുള്ള ഫയർഫോക്സോ അല്ല ക്രോമോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഈ ഡിഫോൾട്ട് ബ്രൗസറിൻ്റെ അകത്തുള്ള ട്രാഫിക് എങ്ങനെയാണ് നമുക്ക് ബർപ്പിലോട്ട് റീഡയറക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അത് കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്, അപ്പം നമുക്കത് ചെയ്യാം. ഓക്കെ, ആദ്യമേ തന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ബബ്സ്യൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയി കാണാം. അവിടെ നമുക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പ്രോക്സി ഇപ്പം കൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ് നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൻ്റെ അകത്ത് 8080 പോർട്ട് എന്ന് പറഞ്ഞ സംഭവത്തിലേക്കാണ്. ഓക്കെ, അത് നമ്മൾ എന്താണ് ഇനി നമുക്ക് നമ്മുടെ ബ്രൗസറിന് പറഞ്ഞു കൊടുക്കണം 8080 പോർട്ട് ഒന്ന് ലിസൺ ചെയ്ത് നമ്മുടെ ബബ്സ്യൂട്ടിൻ്റെ ആ ഒരു പ്രോക്സി അവിടെ റൺ ചെയ്യണം. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സെറ്റിംഗ്സിലേക്ക് പോകുക. നമ്മൾ ഏത് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത് സെറ്റിംഗ്സിൽ പോകുക. അവിടെ പോയി കഴിഞ്ഞാൽ താഴോട്ട് പോയി ഇപ്പം ഞാൻ ഇപ്പോൾ ഫയർഫോക്സ് ആണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ പ്രോക്സി സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എല്ലാത്തിനും സെയിം ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ഓൾറെഡി ഇപ്പം ഡിഫോൾട്ട് ആയിട്ട് യൂസ് സിസ്റ്റം ബ്രൗസിംഗ് സെറ്റിംഗ്സ് എന്നാണ് അറിയുന്നത്. ഓക്കെ, അതുമാതിരി നമുക്ക് മാനുവലിലോട്ടാക്കണം. ഇവിടെ ഓൾറെഡി കാണിക്കുന്നുള്ളതല്ലേ നമ്മുടെ ലോക്കൽ ഹോസ്റ്റ്. അതുപോലെ ഞാൻ ഇവിടെ എന്താണ് പോർട്ട് ഇവിടെ കാണിക്കത്തില്ല.
പറ്റത്തില്ല. നിങ്ങൾ എന്താണ് ജസ്റ്റ് 8080 പോർട്ട്, അതായത് നമ്മുടെ ബർപ്പിന്റെ ലിസണർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന 8080 പോർട്ടിലാണ്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ എന്താണ് ട്രാഫിക് ഇത് റീഡയറക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ഈ പ്രോക്സി കൺഫിഗറേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ജസ്റ്റ് എന്താണ് ആൾസോ യൂസ് ഫോർ ഇതും കൂടി കൊടുത്തേക്കണം കേട്ടോ. ഇതിപ്പോൾ അൺടിക്കഡ് ആയിട്ട് കിടക്കുന്നത് HTTPS വേണ്ടി യൂസ് ചെയ്യണം. അത് ഇവിടെ ടിക്ക് കൊടുക്കുക. ഓക്കെ ഓക്കെ കൊടുക്കുക. ഇവിടെ നമ്മുടെ പ്രോക്സി കൺഫിഗർ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ google.com എന്ന് അടിച്ചു നോക്കാം. ജസ്റ്റ് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, റൈറ്റ് ക്ലിക്ക് നോക്കിയിട്ട് എല്ലാം ക്ലിയർ ചെയ്യണം. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്താണ് google.com എന്ന് അടിച്ചു നോക്കുകയും ഓക്കെ നമ്മളിപ്പോൾ ഒരു എററിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഗൂഗിളിൽ നിന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ എന്താണ് പ്രോക്സി ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് വിട്ടതായിരുന്നു. ബട്ട് എന്താണ് ഇവിടെ ഒരു എറർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CA സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ SSL സർട്ടിഫിക്കറ്റ് ബർപ്പിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ടാണ് ബർപ്പിൻ്റെ ട്രസ്റ്റഡ് അല്ല എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് വരുന്നത്. ബട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ കാണാൻ പറ്റും. ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇവിടെ HTTP കമ്മ്യൂണിക്കേഷൻ മാത്രമേ കാണാൻ പറ്റൂ. അതായത് HTTPS കിട്ടണമെങ്കിൽ ഞാൻ എന്താണ് ഈ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. ഇവിടെ നോട്ട് സെക്യൂർ എന്ന് കാണിക്കുന്നു. ഓക്കെ, HTTPS ഇതിൻ്റെ അകത്തുള്ള ട്രാഫിക്കും കൂടി എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് മറ്റിലേക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ ബർപ്പിന്റെ സർട്ടിഫിക്കറ്റ് ഈ ഒരു ബ്രൗസറിന്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് വേണ്ടിയിട്ടുള്ള പരിപാടി നമുക്ക് അടുത്ത് നോക്കാം. ഓൾറെഡി എന്താണ് നമ്മുടെ പ്രോക്സി ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ജസ്റ്റ് ബബ്സ്യൂട്ട് നടിച്ചാൽ മതി. ബബ്സ്യൂട്ട് നൽകിയേ ഇൻ കേസ് നിങ്ങൾക്ക് ബബ്സ്യൂട്ട് നടിച്ച് കിട്ടിയില്ല എങ്കിൽ 127.0.0.1 നടിക്കുക. എന്നിട്ട് എന്താണ് ജസ്റ്റ് നമ്മൾ അതിനകത്ത് കാണിച്ച ആ പോർട്ടിലേക്ക് ഒന്ന് റീഡയറക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ചിലവർക്ക് ബബ്സ്യൂട്ട് അടിക്കുമ്പോൾ കിട്ടത്തില്ല, അതുകൊണ്ടാണ് റിസോൾവ് ആകത്തില്ല. എപ്പോഴാണ് നമ്മൾ ഈ ഒരു കാര്യം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് CA സർട്ടിഫിക്കറ്റ് എന്നൊരു സംഭവമാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, ഈ സർട്ടിഫിക്കറ്റ് നമ്മുടെ ബ്രൗസറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, ഇവിടെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ മേളിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം സെർച്ച് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ മാനേജ് സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കുറേ അധികം സർട്ടിഫിക്കേഷൻ അതോറിറ്റീസ് സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുന്നത് കാണാം ബിൽഡ് ആയിട്ട്. ഓക്കെ, ബ്രൗസർ ട്രസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ഈ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ബർപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എറർ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ കൊടുക്കും. സ്റ്റാർട്ട് കയറി ഓക്കെ കൊടുത്ത് പോകരുത്, നമ്മൾ സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ 2 ഉണ്ട്, ട്രസ്റ്റ് ദ CA ടു ഐഡന്റിഫൈ വെബ്സൈറ്റ്സും, അത് 2 എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ മാത്രം നമുക്ക് ഫുള്ള് ട്രാഫിക്കും കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് അത് ഓക്കെ കൊടുക്കുക. ഇനിയിപ്പം ഞാൻ എന്താ ജസ്റ്റ് ഗൂഗിൾ ലോഡ് ചെയ്യുമ്പോൾ കണ്ടോണേ, ഇപ്പോൾ കണ്ടില്ലേ നേരത്തെ ആ എറർ പോയി. ഓക്കെ, ഇവിടെ നമ്മൾ വേണവരിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ സെക്യൂർ കണക്ഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഏതാണ് പോർട്സുഗറിൻ്റെ ആണ്, അത് ട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, നമ്മളിപ്പം പ്രോക്സി കൺഫിഗർ ചെയ്തു, അതിൻ്റെ അകത്ത് CA സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തു, നമ്മൾ ആ ഒരു HTTPS സെർവർ മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ HTTPS കാണാൻ പറ്റും. താഴ്ത്തു പോയത് കണ്ട HTTPS കാണുന്നുണ്ട്, കണ്ട ഗൂഗിളിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോക്സിയെ കൺഫർ ചെയ്യും. ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് എങ്ങനെ CA സർട്ടിഫിക്കറ്റ് ക്രോമിലും കൂടി ഇൻസ്റ്റാൾ ചെയ്തെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ക്രോമിലും കൂടി. ഓക്കെ, ക്രോം എടുക്കുക. സെയിം മെക്കാനിസം തന്നെ നമുക്ക് വേണമെങ്കിൽ 127.0.0.1 എന്ന് അടിച്ചിട്ട് എന്താണ് ജസ്റ്റ് 8080 പോർട്ട് മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് എന്താണ് ബബ്സ്യൂട്ട് എന്ന് അടിച്ചു നോക്കാം. ബബ്സ്യൂട്ട് മറ്റേ കണക്ക് വരുന്നില്ല. ബബ്സ്യൂട്ട് ഓക്കെ വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസ് എന്താണ് നമ്മൾ ജസ്റ്റ് എന്താണ് 127.0.1 ആ ലോക്കൽ ഹോസ്റ്റിന് 8080 പോർട്ടിലോട്ട് റീഡയറക്ട് ചെയ്താൽ ജസ്റ്റ് എന്താണ് CA സർട്ടിഫിക്കറ്റ് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഓൾറെഡി നേരത്തെ ഡൗൺലോഡ് ചെയ്യുന്നതാണ് 1 എന്ന് തന്നെ കിടക്കുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് എന്താണ് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത കണക്കല്ല, ഇതിനകത്ത് സെറ്റിംഗ്സ് കുറച്ച് ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് അടിച്ചപ്പോൾ ഫസ്റ്റ് ഒന്ന് എന്താ സെക്യൂരിറ്റിയിലായിട്ട് വന്നത്. സെക്യൂരിറ്റിയിലേക്ക് പോവുക. അവിടെ നിന്ന് എന്താണ് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് മാനേജ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പുതിയൊരു ടാബ് ഓപ്പൺ ആവും. അതിൻ്റെ അകത്തേക്ക് നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ വ്യൂ ഇമ്പോർട്ടഡ് സർട്ടിഫിക്കറ്റ് ഫ്രം വിൻഡോസും ഉണ്ട്, മാനേജ് ഇമ്പോർട്ടഡ് സർട്ടിഫിക്കറ്റ് അത് നമ്മൾ എടുക്കണ്ട. ജസ്റ്റ് എന്താണ് ഇവിടെ പോവുക, ഇൻസ്റ്റാൾഡ് ബൈ യു എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിലേക്ക് എന്താണ് ട്രസ്റ്റഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്തേക്ക് നമ്മൾ പുതിയ സർട്ടിഫിക്കറ്റ് എന്താണ് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ പോർട്സുഗർ ആഡ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാൾഡ് ബൈ യു എന്ന് പറഞ്ഞൊരു കസ്റ്റമൈസ്ഡ് ഓപ്ഷൻ കാണും. അതിൽ കയറുക. ഓക്കെ, എന്നിട്ട് എന്താണ് അവിടെ നിന്ന് എന്താണ് പോർട്സുഗർ എന്നൊരു സംഭവം ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബട്ട് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെയും നമ്മളിപ്പോൾ പ്രോക്സി മാറ്റണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്കിപ്പോൾ ബബ്സ്യൂട്ട് പെട്ടെന്ന് യൂസ് ചെയ്യണം, പ്രോക്സി മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എന്താണ് ഇങ്ങനെ സെറ്റിങ്സിലോട്ട് വരണം, പിന്നെ അവിടെ നിന്ന് താഴോട്ട് പോകണം, പിന്നെ അവിടെ നിന്ന് കൺഫിഗർ പ്രോക്സി കൊടുക്കണം. അവിടെ നിന്ന് പിന്നെ ഞാനിത് എപ്പോഴും എന്താണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് യൂസ് സിസ്റ്റം പ്രോക്സി സെറ്റിങ്സ് കൊടുക്കണം. ഇനി എനിക്ക് ചില സമയം ഇപ്പം പെട്ടെന്നാണ് എനിക്ക് പെട്ടെന്ന് യൂസ് ചെയ്യണം, ബർപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ പിന്നെ സെറ്റിങ്സിലോട്ട് വരണം, പിന്നെ താഴോട്ട് പോകണം, പ്രോക്സി എടുക്കണം, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കണം, മാനുവലിലോട്ട് മാറ്റി കൊടുക്കണം. ഇങ്ങനെ മാത്രമേ ഇവിടെ എന്താണ് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഇതെന്ന് വെച്ചാൽ കുറച്ച് ചടങ്ങായിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രോക്സി സെറ്റ് ചെയ്യണം. മാത്രമല്ല ഞാനിപ്പം ബർപ്പ് ക്ലോസ് ചെയ്തെന്ന് വിചാരിച്ചു, ബർപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളി ക്ലോസ് ചെയ്ത ബർപ്പ്. ഓക്കെ, ഫുള്ളി ബർപ്പ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇപ്പം മാനുവൽ പ്രോക്സി കൺഫിഗറേഷനിലാണ് കിടക്കുന്നത്, ഞാൻ മാറ്റാൻ മറന്നു പോയെന്ന് വിചാരിച്ചു. ഓക്കെ, എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത്
പ്രോക്സിയാണ്. പ്രോക്സീസ് റെഫ്യൂസിങ് കണക്ഷൻസ് ഒക്കെ പറഞ്ഞ് കാണിക്കും. കാരണം ആ പ്രോക്സി ആയിട്ട് ഞാനിപ്പം റീഡയറക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, നമ്മുടെ ബബ്സ്യൂട്ടാണ്. അതിൻ്റെ അകത്തുള്ള 8080 പോർട്ടാണ്, ഇതുപോലെ പ്രോക്സിയിലോട്ടാണ് ഞാൻ ഇപ്പോൾ റീഡയറക്റ്റ് ചെയ്ത് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ അവിടെ ആ പ്രോക്സി സെർവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ എറർ വരും. അപ്പോൾ പെട്ടെന്ന് പ്രോക്സി സ്വിച്ച് ചെയ്യണം. നമ്മൾ ചിലപ്പോൾ മറന്നു പോകാറുണ്ട്. ഓക്കെ നമുക്ക് പെട്ടെന്ന് പ്രോക്സി സ്വിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റൻഷനാണ്. ഇപ്പം ഞാനിതിപ്പം മാനുവൽ കിടക്കാതെ ഞാനിപ്പോൾ എന്താ യൂസ് സിസ്റ്റം പ്രോക്സി കൊടുക്കുന്നു, ഓക്കെ. ഇനി പ്രോക്സി മാറ്റാനായിട്ട് ഈസി ആയിട്ട് പ്രോക്സി മാറ്റാനും കൺഫിഗർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സ്റ്റൻഷനാണ്. ആ എക്സ്റ്റൻഷൻ പേര് ഫോക്സി പ്രോക്സി എന്നാണ്. അത് നമുക്ക് എന്താണ് ക്രോമിൻ്റെ ആയാലും അതുപോലെ തന്നെ ഫയർഫോക്സിലായാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് എന്താണ് പ്രോക്സി മാനേജ് എക്സ്റ്റൻഷൻസ് എന്ന ഓപ്ഷൻ പോവുകയാണ്. അവിടെ എന്താണ് ഫൈൻഡ് മോർ ആഡോൺസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെന്നിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുക ഫോക്സി പ്രോക്സി. ഇതിൽ ഫോക്സി പ്രോക്സി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആഡ് ടു ഫയർഫോക്സ് കൊടുക്കുക. അതേപോലെ തന്നെ ഞാനിപ്പോൾ എന്താണ് തിരിച്ചിപ്പോൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ നമുക്ക് എന്താണ് ഫോക്സി പ്രോക്സി എന്ന് പറഞ്ഞ സംഭവം ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് മാനേജ് എക്സ്റ്റൻഷനിൽ പോകുക. അവിടെ നിന്ന് എന്താണ് ക്രോം വെബ് സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെന്നിട്ട് ഫോക്സി പ്രോക്സി സെർച്ച് ചെയ്യുക. ഫോക്സി പ്രോക്സി ഇവിടെ കാണാൻ പറ്റും. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ സംഭവം ജസ്റ്റ് ആഡ് ടു ക്രോം കൊടുത്താൽ സെയിം സംഭവം. ആഡ് എക്സ്റ്റൻഷൻ ഫോക്സി പ്രോക്സിനെ പിൻ ചെയ്യണം ഇവിടെ. ഇപ്പോൾ കാണാൻ പറ്റും. അതുപോലെ ഞാൻ തിരിച്ച് ഇതിലേക്ക് വരുന്നു. ഇപ്പോൾ ഇവിടെ പിൻ ചെയ്യണമെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് എന്താണ് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിൻ ചെയ്ത് തന്നു. ഇപ്പോൾ നമുക്ക് ഫോക്സി പ്രോക്സി ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഫോക്സി പ്രോക്സിയുടെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഒരു പ്രോക്സിയും കൺഫിഗർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഓപ്ഷൻസോ ഇല്ല, ഡിസേബിൾ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അവിടെ നമുക്ക് എന്താണ് ഓപ്ഷൻസോ എന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പ്രോക്സി എന്ന് ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെന്നിട്ട് എന്താണ് ആഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്താണ് ടൈറ്റിൽ എന്താണ് ഞാനിപ്പോൾ ഇവിടെ ടൈറ്റിലായിട്ട് കൊടുക്കുന്ന ബർപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബർപ്പ് എന്ന് കൊടുക്കുന്നു. ബബ്സ്യൂട്ട് എന്ന് കൊടുത്താലും മതി. ജസ്റ്റ് എന്താണ് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലീവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ഇവിടെ യൂസർ നെയിമും പാസ്വേഡ് ഒക്കെ ആഡ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇനി അവിടെ ഹോസ്റ്റ് നെയിമിന്റെ ഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ട 127.0.0.1 നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് ആണ്. അതുപോലെ നമ്മൾ പോർട്ട് കൊടുക്കേണ്ടത് നമ്മുടെ 8080 എന്ന് പറഞ്ഞ പോർട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഏത് പോർട്ടാണോ നമ്മുടെ ബബ്സ്യൂട്ടിൽ സെറ്റിംഗ്സിൽ കിടക്കുന്നത് ആ സെയിം പോർട്ടാണ് ഇവിടെയും കൊടുക്കുന്നത്. ജസ്റ്റ് ഞാൻ എന്താണ് ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ പറ്റും നമുക്ക്. ഞാനിപ്പോൾ ഒരു ഓറഞ്ച് കളർ ബബ്സ്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇനി ഇവിടെ നോക്കാൻ കണ്ടില്ലേ ബർപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നതാണ്. കണ്ടില്ലേ ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് ആ സെറ്റിങ്സിൽ പോയി എപ്പോഴും ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്നതിന് പകരം കൺഫിഗർ പോയിട്ട് എപ്പോഴും സ്വിച്ച് ചെയ്യുന്നതിന് പകരം എനിക്കിപ്പോൾ എന്താണ് ഇങ്ങനെ പോയി സ്വിച്ച് ചെയ്യുന്നതിന് പകരം എനിക്ക് എന്താണ് ഈസി ആയിട്ട് ഇപ്പോൾ എന്താണ് ഇവിടെ സൈഡിൽ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് ഫോക്സി പ്രോക്സി. അതിലിങ്ങനെ ഈസി ആയിട്ട് എനിക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് എനിക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ സെയിം ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെയും ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ എന്തായാലും ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാൻ പോകുന്ന ഈ ഫുൾ ട്യൂട്ടോറിയൽ പെർഫോം ചെയ്യാൻ പോകുന്നത് ഫയർഫോക്സിലായിരിക്കും. ബബ്സ്യൂട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും തന്നെ ചെയ്ത കാര്യങ്ങളൊന്നും കൂടി നമുക്ക് റീക്യാപ്പ് പോകും. അതായത് ഞാനപ്പോൾ ആദ്യമേ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ ബബ്സ്യൂട്ട് ഇൻസ്റ്റാൾ ചെയ്ത് എന്നിട്ട് അതിനകത്ത് നിന്നാണ് അതിൻ്റെ അകത്തുള്ള തന്നെ ബ്രൗസർ ക്രോമിയം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. നോർമലായിട്ട് ഒരു കൺഫിഗറേഷൻ ചെയ്യണം. ബട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഡിഫോൾട്ട് ബ്രൗസർ ആയിട്ട് തന്നെ ഫയർഫോക്സോ അല്ലെങ്കിൽ ക്രോമിലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് കൺഫിഗറേഷൻ ഉണ്ട്. അതായത് പ്രോക്സി കൺഫിഗർ ചെയ്യണം, CS ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ HTTPS കമ്മ്യൂണിക്കേഷൻ കാണാൻ പറ്റൂ. ഞാൻ ഇവിടെ ഇപ്പം ഓൾറെഡി സെറ്റപ്പ് ആണല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ ബർപ്പെടുത്ത് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. അതിന് മുമ്പ് ഫോക്സി പ്രോക്സി സ്വിച്ച് ചെയ്യുക. ബർപ്പിലോട്ട് സ്വിച്ച് ചെയ്തു, ജസ്റ്റ് റീലോഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. കണ്ടില്ല. അപ്പം ഇതാണ് നമുക്ക് മെയിൻലി വേണ്ട ഫസ്റ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ബബ്സ്യൂട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ചധികം സെറ്റപ്സ് ഉണ്ട്. അത് തന്നെ അത്യാവശ്യം നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു പാർട്ട് വരുന്നവരേക്കും ബൈ.